നമുക്ക് എൽസ്യം കാണാൻ പഠിക്കാം അല്ലേ? എൽസ്യം കാണാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് ഈ ഫ്രാക്ഷൻസൊക്കെ ഭിന്നസംഖ്യകളൊക്കെ കൂട്ടുമ്പോൾ എൽസ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എൽസ്യം കാണാതെ നമുക്ക് ഫ്രാക്ഷൻസ് പലതും കൂട്ടാനായിട്ട് സാധിക്കത്തില്ല. സോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറേ നമ്പറുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ 6ൻ്റെയും 8ൻ്റെയും എൽസ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 6നെയും 8നെയും നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് വേണം. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ 2 ആണ്. ഓക്കെ അല്ലേ? 6നെ താഴത്തൊരു വരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ അർത്ഥം 6ൽ എത്ര 2കളുണ്ട്? നമുക്കറിയാം 3 2കളുണ്ട്. അത്ര ക്ലിയർ അല്ലേ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8ൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. 4 2 8. അത്രയും ക്ലിയർ ആണല്ലോ. വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ 3 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ അർത്ഥം 4ൽ എത്ര 2 ഉണ്ട്? നിങ്ങൾക്കറിയാം 2 2 ഉണ്ട് അല്ലേ? വീണ്ടും നമ്മൾ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ 3 അതുപോലെ എഴുതാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 2ൽ എത്ര 2 ഉണ്ട് എന്ന് ചോദിച്ചാൽ 1. ഇനി വീണ്ടും 2 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കഴിഞ്ഞ് അടുത്ത നമ്പർ 3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സാധിക്കുമെങ്കിൽ ഇവിടെ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ആ 1 തന്നെ ഇറക്കി എഴുതാം. അത്രയും ക്ലിയർ അല്ലേ? ഇവിടെ ഏതൊക്കെ നമുക്ക് കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിയ നമ്പറുകളൊക്കെ നോക്കേണ്ടേ? 2 2 2 3. ഇതൊക്കെ ഒന്ന് എഴുതിയാലോ? 2 2 2 3. ക്ലിയർ ആണോ? ഉണ്ടോ? 1 2 3 2 1 2 3 2 എഴുതി ഒരു 3. ഇവ തമ്മിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 2 2 4 4 2 8 8 3 24. അതായത് ഈ 6 8 എന്നീ സംഖ്യയുടെ എൽസ്യം എന്ന് പറയുന്നത് 24 ആണ്. മനസ്സിലായോ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോയാലോ? എന്താണ്? 9 27. ഈ സംഖ്യകളുടെ എൽസ്യം നമ്മളത് കാണാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 9നെ 27നെയും 2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 സംഖ്യകളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? 9ൽ എത്ര 3 ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 അല്ല, 3 3 9. ഓക്കെ. 27ൽ എത്ര 3 ഉണ്ട്? 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടത്തില്ലേ? 9 3 27 അല്ലേ? വീണ്ടും നമുക്കിതിനെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ? 3ൽ ഒരു പ്രാവശ്യം 3, 9ൽ 3 പ്രാവശ്യം 3. ഓക്കെ ആണല്ലോ? 3 9. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് 1 അങ്ങനെ എഴുതാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. അവസാനം 1 1 വരുന്നത് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഏതൊക്കെ സംഖ്യകൾ നമുക്ക് കിട്ടി? 3 3 3. ഇവ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 × 3 അല്ലേ? 1 2 3. വേറെ നമ്പറുകളൊന്നും ഇല്ലല്ലോ. 3 × 3 9 9 × 3 27. അതായത് ഇവിടെ തന്നിരിക്കുന്ന 9ൻ്റെയും 27ൻ്റെയും എൽസ്യം എന്ന് പറയുന്നത് 27 ആണ്. എൽസ്യം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ. അപ്പോൾ നമുക്കിനി നോക്കാം. ഞാൻ അടുത്തതിലോട്ട് നമുക്ക് വരാം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. 12 24. ഇവയുടെയും നമ്മൾ എൽസ്യം കാണുവാനായിട്ട് പോയി. എൽസ്യം എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ 12 അല്ലേ? 12. ഓക്കെ. ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12. ഓക്കെ. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 6 2 12 അല്ലേ? വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന അത്രയും നേരം നമ്മൾ 2 കൊണ്ട് തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ 3 അതുപോലെ എഴുതാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 അല്ല, 3 2 6. ഞങ്ങൾക്ക് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്പറുകളെ. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ൽ 3 ഒരു പ്രാവശ്യം, 3ൽ 3 ഒരു പ്രാവശ്യം. അതുകൊണ്ട് അവസാനം 1 1 കിട്ടിയല്ലോ. അവസാനം 1 കിട്ടുന്നവരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കി ഏതൊക്കെ സംഖ്യകളാണ് കിട്ടിയെന്ന് നോക്കാം.
1 2 3 പ്രാവശ്യം 2 ഉണ്ട്. നമുക്ക് എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഗുണിക്കണം കേട്ടോ. ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കിട്ടുന്നത്. ഇപ്പോൾ 2 2 2 പിന്നെ ഒരു 3 കൂടെ ഉണ്ട് അല്ലേ. 2 ഇൻറ്റു 3. അപ്പോൾ 3 2 ഒരു 3 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര കിട്ടി? 2 2 4 4 2 8 8 3 എത്ര കിട്ടും? നമുക്ക് 24 കിട്ടി അല്ലേ. അപ്പോൾ 24 എന്താണ് നമ്മളുടെ എൽസിയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു 24 കിട്ടിയിട്ടുണ്ടല്ലേ. 6ൻ്റെയും 8ൻ്റെയും എൽസിയം 24 12ൻ്റെയും 24ൻ്റെയും എൽസിയം 24. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഏതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കുക, 4 8 12 3 നമ്പറുകൾ എടുത്തിട്ടുണ്ട്, 3 സംഖ്യകളുണ്ട്. ഇവിടെ എൽസിയം കാണുവാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി, എത്ര നമ്പറുകളുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ രീതിയാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ 2 കൊണ്ട് 4ൽ 2 2 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം. ഓക്കെ, നമുക്ക് കോമാക്കി ഇട്ട് കൊടുക്കാം. വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കി വരയൊക്കെ ഒന്ന് വരച്ച് നോക്കാം. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ 3 തന്നെ ഇറക്കി എഴുതാം. ഇനി 2 കൊണ്ട് നമുക്ക് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നെക്സ്റ്റ് നമ്പറായ 3 എടുക്കാം. 1നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് തന്നെ എഴുതാം. 1നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കണ്ടിട്ട് അവസാനം 1 1 1 കിട്ടിയല്ലേ. അവസാനം 1 കിട്ടുന്നവരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ ഇതൊക്കെ കിട്ടിയിരിക്കുന്ന ആൻസറൊക്കെ നോക്കിയാലോ. ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, 3 പ്രാവശ്യം 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ. 1 2 3 പിന്നെ ഒരു 3 ഉണ്ട് ഇൻറ്റു 3. 2 2 4 4 2 8 8 കൊണ്ട് ഇവിടെയും നമുക്ക് 24 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. എൽസി നമ്മളിപ്പോൾ 2 3 കണക്കുകൾ ചെയ്ത് എല്ലാ സമയത്തും നമുക്ക് കിട്ടിയിരിക്കുന്ന എൽസി 24 ആണ്. അപ്പോൾ 24 തന്നെ എൽസിയമായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ എടുത്ത നമ്പറുകളുടെ ചില പ്രത്യേകത കൊണ്ടാണ് എല്ലാ ആൻസറും 24 ആയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എല്ലാ സംഖ്യകളുടെ എൽസി 24 ആണ് എന്ന് വിചാരിക്കരുത്. നമ്പറുകൾ മാറുന്നതനുസരിച്ച് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഡിവിഷൻ ചെയ്യും. ഡിവിഷൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ എൽസിയം എന്ന് പറയുന്നത്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്ത നമ്പറുകളുടെ എല്ലാം എൽസിയം 24 ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും 24 കിട്ടിയത്. നമുക്കിനി ഒരു 2 നമ്പറുകൾ ഇവിടെ നമുക്ക് നോക്കാം. 8 എന്താണ് 8 10 12 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 8 10 12 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 8ൽ 2 4 പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് നോക്കി വരെ ഒന്ന് നീട്ടി ഒക്കെ എഴുതാം. 4ൽ 2 2 പ്രാവശ്യം, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ 5 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 6ൽ 2 3 പ്രാവശ്യം. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 പ്രാവശ്യം, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, 5 തന്നെ എഴുതാം. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, 3 തന്നെ എഴുതാം. അടുത്ത നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, 1 എഴുതാം. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, 5 തന്നെ എഴുതാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ക്ലിയർ അല്ലേ? 3ൽ 3 1 പ്രാവശ്യമല്ലേ. വീണ്ടും നമുക്ക് ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 1 കിട്ടി. കണ്ടോ 1 1 1 കിട്ടിയല്ലേ. കിട്ടിയിരിക്കുന്ന സംഖ്യകളൊക്കെ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടിയിരിക്കുന്നത്. 1 2 3 പ്രാവശ്യം 2 ഉണ്ട്, നമുക്ക് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ 1 2 3 പ്രാവശ്യം 2 ഉണ്ട്, പിന്നെ ഒരു 3ഉം ഒരു 5ഉം ഉണ്ട്. 3 എല്ലാം നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കിട്ടിയിരിക്കുന്ന നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 5 എല്ലാ സംഖ്യകളും കൊടുക്കണം. 24 ഇൻറ്റു 5 5 4 20 0 സിസ്റ്റം 2 2 10 5 2 10 12. നമുക്ക് എത്ര ആൻസർ കിട്ടി? 120 ആണ് ഇവിടുത്തെ എൽസിയം. ക്ലിയർ അല്ലേ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏറെക്കുറെയൊക്കെ ഇത് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എൽസിയം ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും.
നോക്കുക 10, 15, 40. ഇവിടെയും നമ്മൾ പിന്നെ ചെയ്യാനായിട്ട് പോയാണ് നോക്കുക. ഞാൻ ഈ പേപ്പറുകളൊക്കെ ഒന്ന് നന്നായിട്ട് വെച്ചോട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ 15, 10, 40. ഇവിടെയും നമ്മൾ ആദ്യം എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം 2 കൊണ്ട് തന്നെ ചെയ്യണം അല്ലേ. ഇപ്പോൾ 10ൽ 2 5 പ്രാവശ്യം. 15 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ നമ്പർ ഇറക്കി എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. 40ൽ 2 40ൽ 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വെച്ചാൽ പകുതി കണ്ടാൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പകുതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 40ൻ്റെ പകുതി 20 അല്ലേ. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 5നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തപ്പോഴൊക്കെ നമ്പർ തന്നെ ഇറക്കി എഴുതുക. 5 എഴുതുക. ഈ 15 ഇറക്കി എഴുതുക. 20ൻ്റെ പകുതി 10 ആണ്, 10 എഴുതാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 5 ഇറക്കി എഴുതാം. 15 ഇറക്കി എഴുതാം. 10ൻ്റെ പകുതി 5 അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. 2 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് പറ്റും. നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 5 കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. 5 കൊണ്ടാണെങ്കിൽ 5ൽ 5 1 പ്രാവശ്യം. 15ൽ 5 3 പ്രാവശ്യം. 5ൽ 5 1 പ്രാവശ്യം. ക്ലിയർ അല്ലേ. വീണ്ടും ഇനി 3 ഉള്ളൂ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താലോ 1 ഇറക്കി എഴുതാം. 3ൽ 3 1 പ്രാവശ്യം 1 ഇറക്കി എഴുതാം അല്ലേ. എന്നാൽ കിട്ടിയ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. 1 2 3 3 പ്രാവശ്യം 2 ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2. ക്ലിയർ ആവുന്നുണ്ടോ? 3 പ്രാവശ്യം എഴുതി. ഇവിടെ നോക്കുക, ഒരു പ്രാവശ്യം 1 2 3 പിന്നെ ഒരു 5ഉം 3ഉം കൂടെ ഉണ്ടല്ലേ. 5 ഇൻറ്റു 3 ഗുണിച്ച് കഴിഞ്ഞാൽ 2 2 4 4 2 8 8 5 40 40 3 120. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെയും നമുക്ക് 120 തന്നെയാണ് എൽസിയം കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇവിടെയും നമുക്ക് 120 എൽസിയം കിട്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ എടുത്തിരിക്കുന്ന നമ്പറുകളുടെ പ്രത്യേകത കൊണ്ടാണ്. ഇപ്പോൾ 8ഉം 10ഉം 12ഉം അതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് 120 ആണ്. ഇനി നമ്മൾ 10ഉം 15ഉം 40ഉം അതിൻ്റെ എൽസിയവും 120. അപ്പോൾ എൽസിയം എടുക്കുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ നമ്പറുകൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കൂടുതൽ നമ്പറുകളൊക്കെ എടുത്തിട്ട് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എൽസിയം കാണാനായിട്ട് പഠിക്കും. ഇനി എൽസിയം കാണാനുള്ള ഷോർട്ട് കട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് വലിയ നമ്പറുകൾക്ക് സാധിക്കത്തില്ല. ചെറിയ നമ്പറുകൾ എൽസിയം കാണാനുള്ള ഷോർട്ട് കട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.